Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi nahmaduhu wa nasta'inuhu wa nastahdihi wa na'udzu billahi min shururi anfusina wa sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിൽ, നമ്മളുടെ ഈ വേദിയിൽ അവതരിപ്പിക്കുമാറാവട്ടെ. ഈ ഒരു സദസ്സിൽ നമ്മളെ ഒന്നിപ്പിച്ചതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ അള്ളാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ മിതത്വം അഥവാ ഇസ്ലാം തീവ്രതക്കും ജീർണ ശുഷ്ക സമീപനങ്ങൾക്കും മധ്യേ എന്ന ഒരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുവാനുള്ളത്. ഈ ഒരു വിഷയം ഇവിടെ ഇതുപോലുള്ള വേദികളിൽ അവതരിപ്പിക്കപ്പെടുവാൻ സാഹചര്യം എന്ത് എന്നുള്ളത് നമുക്കറിയാം. സാഹചര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സലഫി പ്രബോധകൻ, പ്രവർത്തകൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചു വളർത്തേണ്ട ആദർശമാണ് ഇസ്ലാമിൻ്റെ മിതത്വം. ഇസ്ലാം വിശ്വാസപരമായ വിഷയങ്ങളിലായാലും ആരാധനാകർമ്മങ്ങളിലായാലും സ്വഭാവ മര്യാദകളിലാണെങ്കിലും മിതത്വ നിലപാട്, അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകതയും വ്യതിരക്തതയും. ആളുകൾ ഈ ഒരു മിതത്വത്തിൽ നിന്ന് വഴിമാറുന്ന അവസ്ഥ സംജാതമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാണ് അവർ ഈ മിതത്വത്തിൻ്റെ പാതയിലേക്ക് തെളിക്കുകയും അതിലൂടെ അവരെ നയിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈ ദീൻ അല്ലാഹു മാലോകർക്കരുളിയ കാരുണ്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ ശാഅ റബ്ബുക ലജഅല الناس ഉമ്മതൻ വാഹിദ വലാകിൻ ഇഖ്തലഫു വലാ യസാലൂന മുഖ്തലിഫീൻ ഇല്ലാ മൻ റഹിമ റബ്ബുക വലിദാലിക ഖലഖഹും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ
ജനങ്ങളെയെല്ലാം ഒരൊറ്റ സമുദായമാക്കി അള്ളാഹു മാറ്റുമായിരുന്നു. ജനങ്ങൾ ഭിന്നിച്ചു, അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇല്ല മൻ റഹിമ റബ്ബുക്, നിന്റെ റബ്ബ് കരുണ ചൊരിഞ്ഞവർ ഒഴികെ. വലിദാലിക ഖലഖഹും, കരുണ ചൊരിയുന്നതിന് വേണ്ടിയാകുന്നു അള്ളാഹു അവരെ പടച്ചത്. ഇവിടെ വലിദാലിക ഖലഖഹും എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നൽകിയ തഫ്സീർ, ഇല്ലാ മൻ റഹിമ റബ്ബുക് വലിദാലിക ഖലഖഹും, അള്ളാഹു അവൻ്റെ റഹ്മത്ത്, കാരുണ്യം അരുളുന്നതിന് വേണ്ടി, നൽകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടികളെ പടച്ചത്, മനുഷ്യരെ പടച്ചത്. അപ്പം മേലായ റബ്ബ് എന്തിനാണ് മനുഷ്യരെ പടച്ചത്? അവരിൽ അള്ളാഹുവിൻ്റെ കരുണ വർഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കരുണ നൽകുന്ന റഹ്മാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് മുമ്പിൽ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമല്ല, ഏവർക്കും കരുണ ചൊരിഞ്ഞ് നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് അവൻ്റെ പേര് അർ-റഹ്മാൻ. വഴിപ്പെടാത്തവർക്കും വഴിപ്പെടപ്പെടുന്നവർക്കും ഒരുപോലെ കരുണയേകുന്നവൻ എന്ന് നാം മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ എന്താ തന്നെക്കുറിച്ച് പറഞ്ഞത്? ഇന്നമാ ബുഇസ്തു റഹ്മതൻ, ഞാൻ കാരുണ്യം മാത്രമായി കൊണ്ടാണ് നിയോഗിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തായിക്കൊണ്ടാണ് നിയോഗിക്കപ്പെട്ടത്. ഇന്നമാ അന റഹ്മത്തും മുഹ്ദ, ലോകർക്ക് സമ്മാനിക്കപ്പെട്ട കാരുണ്യം മാത്രമാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശിഷ്യ ഒരു വിഭാഗം ആളുകൾ, അവരെ ശപിക്കാൻ ചിലർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആ വിഭാഗത്തെ ശപിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ ശാപം പൊഴിക്കുന്നവനായി നിയോഗിക്കപ്പെട്ടിട്ടില്ല, ഞാൻ കരുണ കാണിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് എന്നാണ്. അവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിക്കുകയുണ്ടായില്ല. അപ്പോൾ ദീനുൽ ഇസ്ലാം റഹ്മാനായ റബ്ബിൽ നിന്ന് റഹ്മത്തായ റസൂലിലൂടെ ലോകർക്ക് സമർപ്പിക്കപ്പെട്ട കാരുണ്യമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, മുഴു ലോകർക്കും റഹ്മത്തായി കൊണ്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ലോകർക്ക് സമർപ്പിച്ചത് എന്താണ്? ലോകർക്ക് സമർപ്പിച്ചത് വാളല്ല, രക്തച്ചൊരിച്ചിലല്ല, പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമർപ്പിച്ചത് റഹ്മത്താണ്, കാരുണ്യമാണ്. ഇസ്ലാം റഹ്മത്താണ്. ഇങ്ങനെയുള്ള ഈ ഇസ്ലാം ഇന്ന് ഏറെ തെറ്റിദ്ധരിക്കപ്പെടുകയും ഇസ്ലാമിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുകയും അങ്ങനെ മുഖം വികൃതമാക്കപ്പെട്ട ഒരു ദുരവസ്ഥ ഇസ്ലാമിനും ഇസ്ലാമിൻ്റെ പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നുണ്ട്. കാരണം ചില മുസ്ലിം വേഷധാരികളുടെ ചെയ്തികളും അവരുടെ കാരുണ്യമില്ലാത്ത പ്രവർത്തനങ്ങളുമാണ്. അവരുടെ പിന്നിൽ പ്രവർത്തിച്ചവരും അവരെ രൂപവൽക്കരിച്ചവരും ആരാകട്ടെ, വർത്തമാന സാഹചര്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തീവ്രവാദ ഭീകരവാദ സംഘടനയാണ് ISIS. അറബി ഭാഷയിൽ ദാഇഷ്, അദ്ദൗലത്തുൽ ഇസ്ലാമിയ്യത്തു ഫിൽ ഇറാഖി വശാം, അതിൻ്റെ ചുരുക്കപ്പേരാണ് ദാഇഷ്. ഈ ISIS
ലോകർക്കിടയിൽ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ പ്രവാചകനെയും അവരുടെ ചെയ്തികളിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രക്തം ചിന്താനും മനുഷ്യവധം നടത്താനും ആളുകൾക്കിടയിൽ പൊട്ടിത്തെറിക്കാനും പ്രചോദനവും പ്രോത്സാഹനവുമായ മതമാണ് ഇസ്ലാം എന്നുള്ളതാണ്. IS-ൻ്റെ ഔദ്യോഗിക മേധാവി 2014 അവരുടെ ഔദ്യോഗിക പ്രസ്താവന, തങ്ങൾ ആരാണെന്ന ഔദ്യോഗിക പ്രസ്താവന നടത്തിയത് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് സിറിയയിലും ഇറാഖിലും സൈന്യങ്ങളുണ്ട്. ഇന്നലന ജുയൂഷം ഫിൽ ഇറാഖി വ ജുയൂഷം ഫി ഷാം. ഞങ്ങളുടെ സൈന്യത്തിൻ്റെ പ്രത്യേകത മിനൽ ഉസൂദുൽ ജിയ, വിശക്കുന്ന സിംഹങ്ങളാണ് ഞങ്ങളുടെ സൈന്യങ്ങൾ എന്നാണ്. IS വിശക്കുന്ന സിംഹങ്ങളാണ്. ഷറാബുഹും അദ്ദിമ വ അനീസുഹും അൽ അഷില്ല. ഈ വിശക്കുന്ന സിംഹങ്ങളാകുന്ന IS-ൻ്റെ പാനീയം രക്തമാണ്. അവർക്ക് കൂട്ട് മനുഷ്യരുടെ കുടൽമാലകളുമാണ്. അപ്പം രക്തദാഹികളായ മനുഷ്യരുടെ കുടൽമാലകൾ കൂട്ടാളികളായുള്ള ഒരു വിഭാഗം ആളുകളാണ് ഈ IS എന്ന് പറയുന്നത്. ഇത് അവരുടെ ഔദ്യോഗിക പ്രസ്താവനയാണ് അവരെക്കുറിച്ച്. അബൂ മുഹമ്മദ് അൽ അദ്നാനി എന്ന് പറയുന്ന IS-ൻ്റെ ഔദ്യോഗിക വക്താവിൻ്റെ പ്രസ്താവനയാണ് ഈ പറഞ്ഞത്. ഇതയാൾ പ്രസംഗിച്ചു. രക്തദാഹികളായ അവർ തങ്ങൾക്ക് രക്തം ലഭിക്കാൻ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതായ വിധ്വംസക പ്രവർത്തനങ്ങൾ, വിസ്ഫോടനങ്ങൾ, അതേപോലെ തന്നെ രക്തച്ചൊരിച്ചിലുകൾ ഒക്കെ ഇതിനെ തുടർന്നാണ്. അന്ന് 2014 ഈ പ്രസ്താവന നടത്തിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളുടെ ആ നാളുകളിൽ മുസ്ലിം ലോക പണ്ഡിതന്മാർ അവർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ഹറം മിമ്പറുകൾ പോലും അവരുടെ കാൽവെപ്പുകൾ അപകടകരമായ കാൽവെപ്പുകളാണെന്ന് പറഞ്ഞ് അവർക്കെതിരിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരുടെ ദുഷ്ടചെയ്തികളാൽ ഇസ്ലാം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇസ്ലാമിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടു. മുസ്ലിമീങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, മുസ്ലിം നാടുകളിലാകട്ടെ ഇസ്ലാമികേതര നാടുകളിലാകട്ടെ, മുസ്ലിമീങ്ങൾ ഏറെ പരീക്ഷിക്കപ്പെടുകയും തെറ്റിദ്ധാരണകളുടെ മുനകളിൽ നിർത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ സജീവമായി ഈ യുഗത്തിൽ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ കൂടുതൽ പറഞ്ഞറിയിക്കേണ്ടതില്ല. പക്ഷേ ഈ ഒരു രക്തക്കൊതിയന്മാരുടെ വാക്കും പ്രവൃത്തിയുമെല്ലാം ഇസ്ലാമിൻ്റെ പേരിൽ മറ്റുള്ളവർ എഴുതി വെക്കുമ്പോൾ വിശ്വാസികളുടെ ബാധ്യതയാണ് ഇസ്ലാം എന്ത് എന്നുള്ളത് ലോകരോട് പറയലും, ഇത് ഇസ്ലാമികമല്ല അവരുടേത് എന്നുള്ളത് ലോകർക്ക് മുമ്പിൽ വിശദീകരിക്കലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്താ? അൽ മബ്ഊസ് ബിസ്സൈഫ് റഹ്മത്തൽ ലിൽ ആലമീൻ. വാളുകൊണ്ട് നിയോഗിക്കപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന്? ലോകത്തിന് കാരുണ്യമായി. അതാണ് അവരുടെ ഭാഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാളുകൊണ്ടാണ് നിയോഗിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ട് 13 വർഷം മക്കയിൽ ജീവിച്ചു. ഈ വാളുകൊണ്ട് നിയോഗിക്കപ്പെട്ടു എന്നവർ പരിചയപ്പെടുത്തുന്ന, ലോകരോട് പറയുന്ന ആ പ്രവാചകൻ്റെ കയ്യിൽ മക്കയിൽ ജീവിച്ച 13 വർഷ കാലഘട്ടം എവിടെയാണ് വാള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് വാള് പ്രയോഗിച്ചത്? അവരുടെ ഇത്തരം പ്രസ്താവനകളിൽ പണ്ഡിതന്മാർ ശക്തിയുക്തം അവരെ എതിർക്കുകയും
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര് എന്ന് ലോകരോട് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നോട് വാളെടുത്ത ശത്രുക്കളോട് വരെ അങ്ങോട്ട് വാളെടുത്ത ചരിത്രം നമ്മൾ വായിക്കണില്ല. ഇങ്ങോട്ട് വാളെടുത്തവനോട് വരെ അങ്ങോട്ട് വാളെടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നൽകിയതും നബി ആരാണോ, എന്തിന് നിയോഗിക്കപ്പെട്ടോ ആ കാരുണ്യമാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ച് കിടക്കുമ്പോൾ വാള് മരത്തിൽ തൂക്കിയാണ് പ്രവാചകൻ കിടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാളെടുത്ത് നബിയെ ഉണർത്തി, മുഹമ്മദെ ഞാൻ നിന്നെ കൊല്ലുകയാണ്, ആര് നിന്നെ എന്നിൽ നിന്ന് തടുക്കും എന്ന് ചോദിച്ചു. അള്ളാഹു തടുക്കും എന്ന് പ്രവാചകൻ പ്രതികരിച്ചു. വാള് വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് ആ വാള് വീണപ്പോൾ വാളെടുത്ത് അയാളോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ഈ വാള് കൊണ്ട് കൊന്നാൽ നിന്നെ എന്നിൽ നിന്ന് ആര് തടുക്കും? അപ്പോൾ അയാൾ പറയാണ്, മുഹമ്മദ് നിങ്ങളൊരു മാന്യനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് പൊറുക്കണം. അയാൾ വെറുതെ വിടുകയാണ്. ആ മനുഷ്യൻ തൻ്റെ നാട്ടുകാരോട് ചെന്ന് പറയുകയാണ്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മാന്യൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് വാളെടുത്തവനോട് വരെ അങ്ങോട്ട് വാളുകൊണ്ട് പ്രതികരിച്ചത് നമ്മൾ വായിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് വാളുകൊണ്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ എന്ന് ഈ വിഭാഗം ആളുകൾ പ്രചരിപ്പിക്കുന്നത്. എന്തിന്? അവരുടെ ആയുധപ്രയോഗങ്ങൾക്ക് അവർക്ക് ന്യായം ഉണ്ടാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇவ்விധം പരിചയപ്പെടുത്തുക എന്നുള്ളത്. ഒരു ചരിത്രം സുറാഖത്ത് ബിൻ മാലിക് ഇബ്നു ജുഅ്ഷുമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹിജ്റയുടെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. മക്ക വിട്ടുപോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തെല്ലും മനസ്സുണ്ടായിരുന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാടാണ് മക്ക. നാടും വീടും വിട്ടുള്ള ഒരു പലായനം, അത് വിധിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാരിച്ച കാൽവെപ്പുകളുമായിട്ടാണ് മക്ക വിടുന്നത്. അഖ്റജത്ക എന്നാ പറഞ്ഞത്, നിങ്ങളെ അവർ പുറത്താക്കി എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി പുറപ്പെട്ടു പോയതല്ല, അവർ പുറത്താക്കിയപ്പോൾ പോകേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയെ നോക്കി പറഞ്ഞത് ഹിജ്റയുടെ തുടക്കത്തിൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീയാണെന്ന് എനിക്കറിയാം. നിന്റെ ജനത നിന്നിൽ നിന്ന് എന്നെ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ നീയല്ലാതെ ഒരു മണ്ണ് അന്തി ഉറങ്ങാൻ ഞാൻ തെരഞ്ഞെടുക്കുമായിരുന്നില്ല. വളരെ വ്യസനത്തിൽ, വേദനയിൽ കണ്ണ് നനഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പുറപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയപ്പോൾ നബിയുടെ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, സാഹിബുൽ ഹിജ്റ, ഹിജ്റയിൽ നബിയുടെ കൂട്ടുകാരൻ. പിന്നെ രണ്ടാളുണ്ട്, ഒന്ന് ആമിർ ബിൻ ഫുഹൈറ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആട്ടിടയൻ. മറ്റൊന്ന് അബ്ദുല്ലാഹി ബിൻ ഉറൈഖീത്ത്. ആരാ അബ്ദുല്ലാഹി ബിൻ ഉറൈഖീത്ത്? മുസ്ലിമല്ല, അയാൾ അമുസ്ലിമാണ്. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയിൽ കൂടെ കൂട്ടിയത്? മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള സൂക്ഷ്മ വഴി, ഹിജ്റയ്ക്ക് അനുയോജ്യമായ വഴി അയാൾക്കറിയാം എന്നതിനാലാണ്. അയാൾ മുസ്ലിമല്ല, അയാൾ അമുസ്ലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പുറപ്പെടുന്ന അന്ന് നമുക്കറിയാം, അലിയാരെ തൻ്റെ വിരിപ്പിൽ കിടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികൾക്കിടയിലൂടെ പുറപ്പെടുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ഖുറൈശി കൂട്ടങ്ങൾ വളഞ്ഞിരിക്കുകയാണ്. അതിലെ യുവാക്കൾ എല്ലാവരും കൂടി റസൂലുള്ളാഹിനെ വെട്ടിക്കൊല്ലാനാണ് ഉദ്ദേശിച്ചത്. റസൂലുള്ളാഹി പ്രഭാതത്തിൽ പുറത്തു വരുമ്പോൾ അലിയാരെ കിടത്തി റസൂലുള്ളാഹി അവർക്കിടയിലൂടെ ഇറങ്ങി. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അല്ലാഹു അവരുടെ മുന്നിലും പിന്നിലും മറ തീർത്തു, അവരുടെ കണ്ണുകളെ മൂടിക്കളഞ്ഞു, അവർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിലൂടെ ഇറങ്ങി ജബൽ സൗറിലേക്ക് പോയി, സൗർ മലയുടെ നേരെ പോയി. നേരം വെളുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരയായി കിട്ടാത്തതിനാൽ വിഷണ്ണരായി, ഈറയുള്ളവരായി
ഖുറൈശികൾ പ്രഖ്യാപിച്ചു 100 ഒട്ടകങ്ങളെ. മുഹമ്മദിനെ ഉടലോടെ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം, വധിച്ച് തല കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം. സെയിം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലും ഇത് പ്രഖ്യാപിക്കാൻ കാരണം എന്താ? അവരുടെ ദേഷ്യമാണ്, അവരുടെ അടങ്ങാത്ത പകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്ക് പോകുമെന്ന് അവർക്കറിയാം. മക്കയിൽ നിന്ന് മദീനയുടെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമൻ്റെ ഭാഗത്തേക്ക് നേരെ എതിർ ദിശയിലേക്ക് പോയിട്ട് ജബൽ സൗറിൽ 3 ദിവസം പാർത്തു. 3 ദിവസം. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് ഇവരുടെ തെരച്ചിൽ അടങ്ങിയതിന് ശേഷമാണ് ഹിജറ തുടങ്ങുന്നത്. ഇവർക്ക് നബിയെ കിട്ടാനുള്ള ആ വെമ്പലിൽ, അത്യാർത്തിയിൽ ഈ ജബൽ സൗറിൻ്റെ മുകളിൽ അവരെത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞില്ലേ, റസൂലെ അവരുടെ കാലിലേക്ക് നോക്കിയാൽ നമ്മളെ കാണുന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനോട് റസൂലുള്ള പറയാണ്, യാ അബൂബക്കർ മാ ദന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ. നമ്മൾ 2 പേര് മാത്രമല്ല ഗുഹക്കകത്ത്, 3-മനായി അള്ളാഹു ഉണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മാന, ദുഃഖിക്കരുത്, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു റസൂലുള്ള ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരയുന്ന ഈ നാട്ടിലും സാഹചര്യത്തിലും അമുസ്ലിമീങ്ങൾക്കിടയിൽ, അവിടുത്തെ ബഹുദൈവ വിശ്വാസികൾക്കിടയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖീത്ത് എന്ന് പറയുന്ന ഈ അമുസ്ലിമുണ്ട്. പക്ഷേ അയാൾ ശത്രു വെച്ച് നീട്ടുന്ന 100 ഒട്ടകങ്ങൾക്ക് വില കൽപ്പിക്കുന്നവനായിരുന്നില്ല. പിന്നെ അയാൾ മനുഷ്യത്വത്തിനും മാനവികതക്കും വില കൽപ്പിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തോട് പറഞ്ഞ എന്താ? 3 ദിവസം കഴിഞ്ഞിട്ട് ജബൽ സൗറിൻ്റെ ഭാഗത്തേക്ക് വരാനാണ്, 2 ഒട്ടകങ്ങളെ ഇട്ട്. എന്നിട്ട് അദ്ദേഹം കാണിച്ച വഴിയിലൂടെ മദീനയിലേക്ക് പോവുകയാണ്. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളിച്ചോ പോകുമ്പോൾ അമുസ്ലിമായ വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴികാട്ടിയാക്കിയിട്ട് നിശ്ചയിച്ചു. എന്താ നമ്മൾ പഠിക്കേണ്ടത്? മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും വില കൽപ്പിക്കുന്ന മനുഷ്യർ അമുസ്ലിമീങ്ങളായിട്ടുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയൊന്നും ശത്രുവായിട്ട് കണ്ടിട്ടില്ല. അത്തരം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ചിരുന്നു, ഇതുപോലെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖീത്തിനെ ഹിജ്റയുടെ ചരിത്രത്തിൽ വായിക്കുന്നത്. വിശന്ന് ഉമ്മു മഅബദ് എന്ന് പറയുന്ന ബനൂ മിദ്ലജ് ഗോത്രക്കാരിയുടെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിൻ്റെ പാല് കറന്ന് കുടിക്കുമ്പോൾ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖീത്തിനും ആമിർ ഇബ്നു ഫുഹൈറക്കും അബൂബക്കറിനും കുടിക്കാൻ കൊടുത്തതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അപ്പോൾ എന്താ? ഹിജ്റയിൽ ഈ മനുഷ്യൻ കൂടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയം സുറാഖയുടേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചു. ആ ഇനാം പ്രഖ്യാപനം മക്കയിലും പരിസര പ്രദേശങ്ങളിലും പടർന്നു പന്തലിച്ചു, പ്രചാരം നേടി. എല്ലാവരും വ്യഗ്രതയിൽ തെരയാണ്. ആരെ തെരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കറിനെയും. സൗർ മലയിൽ നിന്ന് ഇറങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെങ്കടലിന് നേരെ പോയി. എന്നിട്ട് അവിടെ നിന്ന് ബനൂ മിദ്ലജ് ഗോത്രക്കാരുടെ മാർഗേണയാണ് മദീനയിലേക്ക് പോകുന്നത്. ഇനാം പ്രഖ്യാപിച്ച വിവരമറിയാത്ത ഒരു വ്യക്തി ബനൂ മിദ്ലജ് ഗോത്രത്തിൻ്റെ തലവനായ സുറാഖയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, സുറാഖ, 4 ഇരുണ്ട രൂപങ്ങൾ കൺമുമ്പിലൂടെ പോകുന്നത് കാണുണ്ടായി. അപ്പം അയാളും ബൗദ്ധ വിശ്വാസിയാണ്, അയാൾക്ക് ഈ ഇനാമിൻ്റെ മസാല അറിയില്ല. പക്ഷേ സുറാഖയ്ക്ക് അറിയാം. അപ്പം സുറാഖ പറഞ്ഞു, അത് നിങ്ങളുടെ കണ്ണിൽ എന്തെങ്കിലും കണ്ട തോന്നലുകളായിരിക്കും, മുന്നിൽ പ്രത്യക്ഷപ്പെട്ട തോന്നലുകളായിരിക്കും, അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്ത് അയാളെ സുറാഖ പറഞ്ഞു വിട്ടിട്ട് പിന്നെ സുറാഖ തൻ്റെ വീട്ടിൽ ചെന്ന് വീട്ടിലുള്ള പെണ്ണിനോട് പറയാണ് കുതിരയെ ഒരുക്കാൻ, യാത്രക്ക് കുതിരയെ ഒരുക്കാൻ പറയാണ്. അങ്ങനെ ആ പെണ്ണ് കുതിരയെ ഒരുക്കി തയ്യാറാക്കി. സുറാഖയ്ക്ക് വ്യഗ്രത. കാരണം എന്താ? സുറാഖയ്ക്ക് അറിയാം ഈ പോയതാരാ? മുഹമ്മദും അബൂബക്കറുമാണ്. പിടിച്ചു വണന്ന 100 ഒട്ടകങ്ങളെ കിട്ടും. അതുകൊണ്ട് തത്രപ്പാടിൽ ഒരുക്കുകയാണ്. ആരെ? സുറാഖ തൻ്റെ യാത്രാമൃഗത്തെ ഒരുക്കിയിട്ട് അതിൻ്റെ പുറത്ത് കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ചരിത്രം, സുറാഖ മുസ്ലിമല്ലേ, ജാഹിലിയത്തിൽ അവർക്കൊരു പതിവുണ്ട്,
ഒരു യാത്ര അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉടൻ നറുക്കെടുക്കും. അമ്പിട്ട് വിഗ്രഹങ്ങളുടെ പേരിൽ നറുക്കെടുക്കും. ദൈവവിശ്വാസികളുടെ വിശ്വാസഭാഗമാണ്. ശകുന ദർശനം. യാത്ര ശുഭമാണോ അതല്ല അശുഭമാണോ എന്നറിയാനാണ് ഈ നറുക്കെടുപ്പ്. നറുക്ക് അനുകൂലമായി വീണാൽ അവർ യാത്ര തുടർത്തും, അതില്ല എങ്കിൽ യാത്ര പോകില്ല. അതാണ് അവരുടെ പതിവ്. അങ്ങനെ സുറാഖ തത്രപ്പാടിൽ യാത്ര നല്ലതാണോ അതല്ല മോശമാണോ എന്നറിയാൻ നറുക്കിട്ട്. നറുക്ക് വീണത് സുറാഖയ്ക്കെതിരിൽ. യാത്ര പോകണ്ട, അശുഭം, അവരുടെ വിശ്വാസമാണ്. അതാണ്. പക്ഷെ സുറാഖ ആലോചിക്കുന്നത് 100 ഒട്ടകങ്ങൾ. അപ്പോൾ വീണ്ടും നറുക്കിട്ട് ഒന്നുകൂടി. അപ്പോഴും നറുക്ക് വീണത് അയാൾക്ക് എതിരിൽ, യാത്ര പോകണ്ട എന്നതാണ്. സുറാഖ ആ നറുക്കെടുക്കൽ ഉദ്യമം നിർത്തിവെച്ച് എന്നിട്ട് പോകാൻ തീരുമാനിച്ചു. എന്തിനാ പോണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ. കുതിരപ്പുറത്ത് വാളുമായി പോകുന്നത് മക്കയിൽ നിന്ന് പലായനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടികൂടാനാണ് പോണത്. ആ വ്യഗ്രതയിൽ, ആർത്തിയിൽ നറുക്ക് അനുകൂലമാണ് പ്രതികൂലമാണെന്ന് വിഷയമല്ല, പോവുകയാണ്. ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്, കുറച്ച് ദൂരം പിന്നിട്ടതിന് ശേഷം സുറാഖ ഒന്നുകൂടി ആലോചിച്ച് ഒന്നും കൂടി നറുക്കിട്ടാലോ. അങ്ങനെ വിഗ്രഹങ്ങളുടെ പേരിൽ ഒന്നും കൂടി നറുക്കിട്ട്. അപ്പോഴും നറുക്ക് അനുകൂലമായി വീണപ്പോൾ നറുക്ക് ഒഴിവാക്കിയിട്ട് സുറാഖ സ്പീഡിൽ കുതിരയെ ഉപ്പായിച്ചു എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും അടുക്കലേക്ക് സുറാഖ പാഞ്ഞു വരികയാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെ വിളിക്കുകയാണ്, റസൂലേ, നമ്മളെ പിടികൂടാൻ സുറാഖ പാഞ്ഞടുക്കുകയാണ് കുതിരപ്പുറത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനോട് പറയണം, അബൂബക്കർ ക്ഷമിക്ക്, വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തു. സുറാഖ അടുത്തെത്തി. അള്ളാഹു പ്രവാചകൻ്റെ ദുആ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തിയ സുറാഖയുടെ കുതിരകൾ അതിൻ്റെ കാലുകൾ മണലിൽ പൂന്തി. കുതിരക്ക് മുന്നോട്ടാക്കാൻ പോകാൻ വയ്ക്കുന്നില്ല. സുറാഖ ബന്ധിക്കപ്പെട്ടതുപോലെയായി, അനങ്ങാൻ പറ്റണില്ല. എന്തിനാ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല കൊയ്യാൻ. പക്ഷേ ഈ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുറാഖയിലേക്ക് നോക്കുകയാണ്, തിരിഞ്ഞു നോക്കുകയാണ്. ഇവിടെ അഭയം ചോദിക്കേണ്ടതും നിർഭയത്വം ആവശ്യപ്പെടേണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷിതൻ. നബിയോട് അഭയം ചോദിക്കുകയാണ്. ആര്? നബിയുടെ തല കൊയ്യാൻ വന്ന സുറാഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ക്ഷമാപണം നടത്തിയിട്ട്, ഒന്നും ചെയ്യരുത്, നിങ്ങൾ എനിക്ക് അഭയം നൽകണം. ആരായി പറയണത്? സുറാഖ. എന്തിനാ വന്നത്? തൻ്റെ വിശ്വാസത്തിനെതിരായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല കൊയ്ത് 100 ഒട്ടകം വാങ്ങാനുള്ള ആ ആർത്തിയിലാണ് വരുന്നത്. കൊയ്യാനുള്ള വാളായിട്ടാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുറാഖക്ക് അഭയം നൽകുകയാണ്. ഈ ഉദ്യമത്തിന് വരുന്ന സുറാഖയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പൂഴി വാരിട്ട് നോവിച്ചത് ചരിത്രമല്ല. നിർഭയത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു നൽകി. ഒന്നും ചെയ്യൂല, പേടിക്കണ്ട എന്നർത്ഥത്തിൽ. പ്രതീക്ഷകളേറ്റുന്ന വർത്തമാനങ്ങൾ സുറാഖക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് സമ്മാനിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ കൂടി നോക്കണം. ഈ സുറാഖ ഉൾപ്പെട്ട ബനൂ മിദ്ലജ് ഗോത്രക്കാരുടെ അരികിലൂടെ റസൂലുള്ളാഹി വരുമ്പോൾ ദാഹജലത്തിന് കേഴുകയാണ്, വിശപ്പാണ്. അങ്ങനെയാണ് ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ ഹൈമക്കരികിൽ പോയിട്ട് റസൂലുള്ളാഹി പറയാണ്, വല്ലതും കഴിക്കാൻ തരുമോ, കുടിക്കാൻ വല്ലതും ഉണ്ടോ? അവിടെ ഒന്നുമില്ല, ശൂന്യം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ആടുകളില്ലേ, ഒരാടിനെ തന്നാൽ അതിൻ്റെ പാല് കറന്ന് കുടിച്ചോളാം. അപ്പോൾ ഉമ്മു മഅബദ് പറയാണ്, അബൂ മഅബദ് അവരുടെ ഭർത്താവ് ആടുകളെ മേക്കാൻ കൊണ്ടുപോയിക്കണ്, ആടൊന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹി ആ ഹൈമയുടെ മൂലയിൽ ഒരു മെലിഞ്ഞൊട്ടിയ ആടിനെ കാണാണ്. അതിനെ കാണിച്ചിട്ട് പറഞ്ഞു, അത് ആടല്ലേ? അപ്പോൾ ആ മഹദി പറയാണ്, ആ ആട് രോഗിയാണ്, മെലിഞ്ഞൊട്ടി നടക്കാൻ കഴിയാത്തതിനാൽ മറ്റ് ആടുകളോടൊപ്പം അവയെ ഭർത്താവ് കൊണ്ടുപോയിട്ടില്ല, അങ്ങനെ അവശയാണ് ആട്, ഒന്നിനും പറ്റില്ല. അപ്പോൾ റസൂലുള്ളാഹി പറയണ അതിനെടുത്ത് തരും. അപ്പോൾ ആ ആടിനെ നീട്ടിയപ്പോൾ അതിൻ്റെ അകിടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവി. അള്ളാഹു ഒരു മുഅ്ജിസത്ത് അവിടെ സമ്മാനിച്ചു. ആടിൻ്റെ പാല്, അകിട്ടിൽ പാലൂറി. നമ്മളിവിടെ സംസാരിച്ചു വരുന്നത് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വധിക്കാനും തന്നിലൂടെ 100 ഒട്ടകങ്ങൾ ഇനാമായി പിടിക്കുവാനും
കുതിരപ്പുറത്ത് പാഞ്ഞു വന്ന സുറാഖ ഇബ്നു മാലിക് ഇബ്നു ജുഅ്ഷുമിന് അങ്ങോട്ട് അഭയം നൽകി അദ്ദേഹത്തിന് സുരക്ഷിതത്വം പ്രദാനം ചെയ്ത് പറഞ്ഞയച്ച ആ സാഹചര്യമാണ് ഹിജ്റയുടെ വേദനിക്കുന്ന കാൽവെപ്പുകളിൽ, പട്ടിണിയുടെ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് അഭയം നൽകിയതാണ് നമ്മൾ പറഞ്ഞത്. ബനൂ മിദ്ലജ് ഗോത്രക്കാരി ഉമ്മു മഅബദിൻ്റെ ആ ആടിനെ കറന്ന് പാലെടുത്ത് കൂടെയുള്ളവർക്ക് കുടിക്കാൻ കൊടുത്ത് ആ മഹദിക്കും കൊടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് കുടിച്ച് പിന്നെയാണ് യാത്ര. അതിൽ പിന്നെയാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത്. സുറാഖയുടെ വരവും അയാൾ അഭയം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ സംഭവം അരങ്ങേറുന്നത്. ഈ സുറാഖയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചയക്കുമ്പോൾ നബിയെ കൊല്ലാൻ വന്നവൻ നബിയോട് ചോദിക്കുകയാണ് അഭയം. എന്നിട്ട് അത് എഴുതി തരാൻ പറയാണ്. അഭയം കൊടുത്തു വിട്ടാൽ പോരാ, പിന്നെ എനിക്കൊരു അഭയം നിങ്ങൾ എഴുതി തരണം എന്നാണ് ആ ശത്രു നബിയോട് ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിർ ബിൻ ഫുഹൈറയോട് അത് എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഒരു എഴുത്താക്കി അഭയം സുറാഖയുടെ കയ്യിൽ കൊടുത്ത് ആ അഭയം വാങ്ങി സുറാഖ മടങ്ങാണ്. അപ്പോൾ നബിയോട് പറയാണ്, മുഹമ്മദ് ഈ വഴിയെ നിങ്ങളെ ആരന്വേഷിച്ചു വന്നാലും ഞാൻ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്യും, ഞാൻ തടയും. ഈ സുറാഖ അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു വരുമ്പോൾ അന്ന് നബി ഹിജ്റയുടെ വഴിയിൽ കൊടുത്ത ആ അഭയത്തിൻ്റെ പേപ്പറുമായിട്ടാണ് സുറാഖ മക്കയിലെത്തി തൻ്റെ ഇസ്ലാം പ്രഖ്യാപിക്കുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. ഇവിടെ സഹോദരന്മാർ, ഈ ഒരു ചരിത്രം ഞാൻ കൊണ്ടെത്തിച്ചത് നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം കാരുണ്യത്തിൽ മനുഷ്യരോട് വർത്തിച്ചവനായിരുന്നു. തൻ്റെ നേരെ വാളോങ്ങി വന്നവന് പോലും കാരുണ്യം നൽകി തിരിച്ചയച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഇന്നൊരു വിഭാഗം ആളുകൾ വാളുകൊണ്ട് നിയോഗിക്കപ്പെട്ട് രക്തം ചൊരിച്ചൽ സൃഷ്ടിച്ച പ്രവാചകനായി വായിക്കുന്നതെന്ന് പറയുമ്പോൾ അതെത്രമാത്രം വലിയ ക്രൂരതയും ആ പ്രവാചകന് നേരെയുള്ള കയ്യേറ്റവുമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. IS എന്ന് പറയുന്ന ഭീകരത, ഇങ്ങനെ കുറേ ക്രൂരതകൾ ഇസ്ലാമിനോടും ഇസ്ലാമിൻ്റെ പ്രവാചകനോടും ചെയ്തിട്ടുണ്ട്. അവരിലൂടെ തെറ്റായ നിലക്കുള്ള പക്ഷവായന ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ പ്രവാചകനെയും ശത്രുക്കൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക നാടുകളായാലും ഇസ്ലാമികേതര നാടുകളായാലും ആ നാടുകളിലെല്ലാം വിരക്തി ജനിപ്പിച്ച് അവിടെ നിന്ന് തങ്ങളിലേക്ക് പലായനം ചെയ്യാനും ഹിജറ വരാനുമാണ് IS അതിൻ്റെ തുടക്ക നാളുകൾ മുതൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെ ഇസ്ലാമില്ല, ഇസ്ലാമായി ജീവിക്കാൻ എവിടെയും പറ്റൂല. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ പരിധിയിൽ മാത്രമേ മുസ്ലിമായി ജീവിക്കാൻ പറ്റൂ, അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ഹിജറ വരണം എന്നാണ് അവരുടെ മേഘഗർജനം. അതാത് നാടുകളിൽ അവിടെയുള്ളവർക്കൊക്കെ ആ നാടിനോട് മതിപ്പ് കെടുത്തുക, വിരക്തി വളർത്തുക, അതാണ് അവരുടെ പ്രത്യേകത. ഇസ്ലാമിക നാടുകളിലുള്ളവരെല്ലാം താകൂത്തുകൾ, ആ താകൂത്തിന് ഭരണത്തിന് കീഴിലാണ്. അവിടെയുള്ള മുസ്ലിമീങ്ങൾ അവിടെ ജീവിക്കാൻ കൊള്ളൂല. അനിസ്ലാമിക നാടുകളെല്ലാം താകൂത്തുകൾ, അവിടെയും മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല. എല്ലാവരും ഞങ്ങളുടെ അടുക്കലേക്ക് ഹിജറ വന്നുകൊള്ളൂ എന്ന് ഈ ISൻ്റെ ആളുകൾ ഔദ്യോഗികമായിട്ട് പറയാൻ തുടങ്ങിയത് അവരുടെ പ്രസ്താവനകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇതൊക്കെ മഹാക്രൂരമായ അനിസ്ലാമികമായ വർത്തമാനങ്ങളാണ്. ഇസ്ലാമികേതര നാടുകളിൽ
മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക ചിട്ടയിൽ ജീവിക്കാൻ അവസരമുണ്ട് എങ്കിൽ അവിടെ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കുന്നതിനൊരു തടസ്സമല്ല. ഇസ്ലാമികമായി ജന്മനാടിനെയും സ്വദേശത്തെയും സ്നേഹിക്കുക എന്നുള്ളത് മനുഷ്യരുടെ പ്രകൃതിയിൽ അള്ളാഹു ഊട്ടിയ ഗുണമാണ്. അത് ദീൻ താല്പര്യപ്പെടുന്ന വിഷയവുമാണ്. സ്വന്തം നാടിനെ സ്നേഹിക്കണം. ജന്മനാടിനെ സ്നേഹിക്കൽ അത് ദീനാണ്. അത് അള്ളാഹു മനുഷ്യരുടെ പ്രകൃതിയിൽ ഊട്ടിയ വിഷയമാണ്. സ്വന്തത്തെ സ്നേഹിക്കുന്നത് പോലെ നാടിനെ സ്നേഹിക്കണം എന്ന് ഘോഷിച്ച വിശുദ്ധ ഖുർആന്റെ ആളുകൾക്ക് എങ്ങനെയാണ് ജന്മനാടിൽ സ്വദേശത്തിൽ വിരക്തി ഉണ്ടാകുക? വലൗ അന്നാ കതബ്നാ അലാ അൻഫുസിഹിം അൻ യഖ്തുലൂ അൻഫുസകും അവ ഇഖ്റുജൂ മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലൻ മിൻഹും. ദേശത്യാഗം നടത്തണമെന്നും സ്വദേഹത്തെ ഹനിക്കണമെന്നും സ്വന്തത്തെ വധിക്കണമെന്നും അവരോട് കൽപ്പിച്ചാൽ, കപടരോട് കൽപ്പിച്ചാൽ അവരിൽ ഭൂരിഭാഗം അത് ചെയ്യൂല എന്ന ആശയത്തിലൊരായത്ത് ഖുർആനിലുണ്ട്. ഇവിടെ സ്വന്തത്തെ ഹനിക്കലും ദേശത്യാഗം നടത്തലും രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് അള്ളാഹു പറഞ്ഞു. പണ്ഡിതന്മാർ പറയുകയാണ്, സ്വന്തത്തെ സ്നേഹിക്കുക, നാടിനെ സ്നേഹിക്കുക, രണ്ടും ഒരുപോലെയാക്കിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. രണ്ടും ഒരേ സ്ഥാനത്തെന്ന പോലെയാണ് വിശുദ്ധ ഖുർആന്റെ വിഭാവനത്തിൽ എന്ന്. അപ്പം സ്വന്തം നാടിനെ സ്നേഹിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മദീന വിട്ടൊരു യാത്രയായിട്ടുണ്ട് എങ്കിൽ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മദീനയുടെ അതിർത്തികൾ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തെ സ്പീഡിൽ പായിക്കുമെന്നാണ്. സഹീഹുൽ ബുഖാരിയിൽ മുസ്ലിമിലൊക്കെ ഹദീസിൽ കാണാം. യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന് മദീനയുടെ അതിർത്തി കാണുമ്പോൾ നബി തൻ്റെ ഒട്ടകത്തെ സ്പീഡിൽ പായിപ്പിക്കും, വേഗത്തിൽ തെളിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവാണ്. ഇമാം ഇബ്നു ഹജർ, അതേപോലെ തന്നെ ഇമാം സുഹൈലിയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറയാണ്, വിശുദ്ധ മദീനയുടെ മഹത്വമാണ് ഇത് അറിയിക്കുന്നത്. പിന്നൊന്ന്, സ്വന്തം നാടിനെ സ്നേഹിക്കൽ മതപരമാണെന്നും ഈ പെരുമാറ്റം അറിയിക്കുന്നു. സ്വന്തം നാടിനെ സ്നേഹിക്കൽ മതപരമാണെന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പെരുമാറ്റം അറിയിക്കണം. നാട്ടിലേക്ക് അടുക്കുമ്പോൾ തിരിച്ചു വരുമ്പോഴുള്ള അവിടെ അത് കാണുമ്പോഴുള്ള ആ കൗതുകം, അവിടെ എത്താനുള്ള ആ താല്പര്യം, നാടിനോടുള്ള സ്നേഹമാണ് അറിയിക്കുന്നത്, മതപരമാണ് എന്ന് പണ്ഡിതന്മാർ പറയാണ്. ഈ ആദർശം പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ ആളുകളിൽ ആ നാടിനോട് വിരക്തി ഉണ്ടാക്കുക, എന്നിട്ട് അവിടുന്ന് ഹിജ്റക്ക് പ്രേരിപ്പിക്കുക. ഹിജ്റ എന്ന് തന്നെ പറഞ്ഞാൽ എപ്പോഴാ? ഹിജ്റ എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിക സാങ്കേതിക ശബ്ദമാണല്ലോ ഹിജ്റ. അതിൻ്റെ താല്പര്യം ഒരിടത്ത് മുസ്ലിമായി ജീവിക്കൽ അസാധ്യമെന്ന അവസ്ഥ ഉണ്ടാകുക. ആദർശ സംരക്ഷണാർത്ഥം മറ്റൊരു നാട്ടിലേക്ക് പോയാൽ അവിടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടാകുക. അപ്പോഴാണ് ഹിജ്റ. ഒരു നാട്ടിൽ മുസ്ലിമായി ജീവിക്കാൻ ഒരാൾക്ക് പറ്റുമെങ്കിൽ ആ നാട്ടിൽ ജീവിക്കാം. ആ നാടിനി അമുസ്ലിം നാടാണെങ്കിലും അതിലൊരു ഇഷ്കാലുമില്ല. ഒരാറാബി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹിജ്റ ചെയ്യണം, അദ്ദേഹത്തിന് മദീനത്തേക്ക് ഹിജ്റ വരണം എന്നത് ആവശ്യപ്പെടാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറയാണ്, ഇന്ന ശഅനൽ ഹിജ്റതി ലശദീദ്. സുഹൃത്തെ, ഹിജ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം വളരെ ഗൗരവമാണ്, വിഷയം കഠിനമാണ്. ഹല്ലക മിൻ ഇബ്ലിൻ തുഅദ്ദി സദഖതഹ. നിനക്ക് സദഖ നിർവഹിക്കാൻ പറ്റിയ ഒട്ടകങ്ങളുണ്ടോ? അപ്പം അയാൾ പറയണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദ്രത്തിൻ്റെ അങ്ങേ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറയാണ്, ഇഅ്മൽ മിൻ വറാഇൽ ബഹർ. സമുദ്രത്തിൻ്റെ അപ്പുറത്ത് ചെന്നിട്ട് നീ ജോലി ചെയ്തോ. ഫഇന്നല്ലാഹ ലൻ യതിറ മിൻ അമലിക ഷൈഅ. അള്ളാഹു നിൻ്റെ കൂലി ഒട്ടും നഷ്ടപ്പെടുത്തൂല. നീ സമുദ്രത്തിൻ്റെ അപ്പുറത്ത് പോയിട്ട് അവിടെ ജീവിച്ചോ, ഒട്ടകത്തെ മേച്ച് ജീവിച്ചോ, സദക്ക കൊടുത്തോ, ദീനനുസരിച്ച് ജീവിക്കാൻ എനിക്ക് കൂലിയിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മദീനയിലേക്ക് ഹിജ്റ വരാൻ ചോദിച്ചപ്പോഴാണ് റസൂലുള്ള പറയുന്നത്, നിൻ്റെ നാട്ടിൽ അവിടെ പോയി ജീവിച്ചോ, എന്നിട്ട് ദീനനുസരിച്ച് ജീവിച്ചോ, കൂലി ഒട്ടും കുറയില്ല എന്ന്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദർശം. പല ആളുകളും ഇത്തരം ആളുകളിൽ സ്വാധീനിക്കപ്പെട്ട് ഹിജ്റയ്ക്ക് പ്രേരിപ്പിക്കുക, നാട് വിട്ടുപോകാൻ പ്രേരിപ്പിക്കുക. ഇതെന്ത് ദീന? ഇതേപോലെ തീവ്ര ചിന്തകൾ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തുഷദ്ദിദു അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളോട് തന്നെ തീവ്രത പുലർത്തരുത്. ഫയുഷദ്ദദ അലൈക്കും, നിങ്ങൾ തീവ്രത പുലർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കഠിന സമീപനങ്ങൾ വരും, അള്ളാൻ്റെ അടുത്തു നിന്നുള്ള ശിക്ഷ കഠിനമായി ഭവിക്കുന്ന അർത്ഥം. ഫഇന്ന ഖൗമൻ ഷദ്ദദു അലാ അൻഫുസിഹിം ഫശദ്ദദല്ലാഹു അലൈഹിം, ഒരു വിഭാഗം ആളുകൾ മുമ്പ് തീവ്രന്മാരായിട്ടുണ്ട്, അള്ളാഹു അവരുടെ നേരെ തീവ്ര സമീപനം അവർക്ക് ശിക്ഷയായിട്ട് അനുഭവിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീവ്രന്മാരാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്താണ്. അലൈക ബിർരിഫ്ഖ്, മറ്റൊരു തിരുമൊഴിയിൽ കാണാം, നീ മൃദുലത മുറുകെ പിടിക്കുക, സൗമ്യത മുറുകെ പിടിക്കുക. ഇയ്യാക വൽ ഉൻഫ്, തീവ്രത നീ സൂക്ഷിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ തൻ്റെ വീട്ടിൽ മസ്ജിദ് നബവിയുടെ ഓരത്ത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിൻ്റെ ചാരത്തുണ്ട്. യഹൂദന്മാർ ഒരു സംഘം വന്നു. ആഗതരായ യഹൂദന്മാർ നബിയോട് വന്നിട്ട് അസ്സാമു അലൈക്ക് എന്ന അഭിവാദ്യം, അസ്സാമു അലൈക്ക് എന്ന് പറഞ്ഞാൽ മുഹമ്മദെ നിനക്ക് നാശം ഉണ്ടാകട്ടെ എന്നതിൻ്റെ അർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മേൽ നാശവും മരണവും ചൊരിഞ്ഞുകൊണ്ട് അസ്സാമു അലൈക്കും എന്ന് യഹൂദന്മാർ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅലൈക്കും വഅലൈക്കും, എന്താ വഅലൈക്കും, നിങ്ങളെന്താ ഇങ്ങോട്ട് അഭിവാദ്യം ചെയ്താൽ അത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രതികരിച്ചു. ആയിഷ റളിയല്ലാഹു തആല എനിക്ക് തീർത്തും സഹിയായില്ല. കാരണം അവരവരേക്കാൾ സ്നേഹിക്കുന്ന അവരുടെ പ്രിയതമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, അവർക്ക് നേരെയാണ് ഇവർ ഈ ശാപവർത്തമാനം പറഞ്ഞത്, ജൂതർ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല മനുഷ്യപ്രകൃതി എന്ന നിലക്ക്, ഒരു സ്നേഹനിധിയായ സഹധർമ്മിണി എന്ന നിലക്ക് തൻ്റെ ഭർത്താവിന് നേരെ ശാപം ചൊരിഞ്ഞവരോട് അവർ പറഞ്ഞു, അലൈക്കും ലാനത്തുല്ലാഹി വഗദബു, അള്ളാഹിൻ്റെ കോപവും ശാപവും നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രതികരിച്ചു. തീർത്തും മനുഷ്യ സഹജമാണ് അവരിൽ നിന്ന് വന്നു പോയ പ്രയോഗം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയെ തിരുത്തി. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? യാ ആയിഷ ഇന്നല്ലാഹ റഫീഖ് ഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റിഫ്ഖ് ഇഷ്ടപ്പെടുന്നവനാണ്, മൃദുലതയും സൗമ്യവും ദയും ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മാ വാഫഖ റിഫ്ഖു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു വമാ നുസിഅ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു, ഏതൊരു പ്രവണതയോടൊപ്പവും സൗമ്യതയുണ്ടോ ആ സംഗതി അലങ്കൃതമായിരിക്കും, നന്നായിരിക്കും. ഏതൊന്നിൽ നിന്ന് സൗമ്യതയും മൃദുലതയും ഇല്ലാതാക്കിയോ ആ സംഗതി വളരെ മോശമായിരിക്കും. അതുകൊണ്ട് സൗമ്യമായിട്ടേ വർത്തിക്കാവൂ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ആയിഷമ്മ പറയാണ്, അവർ പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ റസൂലെ? എന്താ അവർ പറഞ്ഞത്? അസ്സാമു അലൈക്കും എന്നാണ്, മുഹമ്മദെ നീ മരിക്കട്ടെ നശിക്കട്ടെ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആയിഷ ഞാൻ പ്രതികരിച്ചത് കേട്ടില്ല, വഅലൈക്കും വഅലൈക്കും. ഇവിടെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗമ്യതയും മൃദുലതയാണ് പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെ തീവ്ര ചിന്തകൾ ഉള്ളവരാക്കി, തീവ്രവാദികളാക്കിയിട്ട് മനുഷ്യന്മാരുടെ ഇടയിൽ പൊട്ടിത്തെറിച്ചും മനുഷ്യന്മാരുടെ ഇടയിൽ രക്തം ചിന്തിയും ഒരു തീവ്രതയുടെ വിഭാഗത്തെ വളർത്തുകയാണ് ഈ IS. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ഒരു യുദ്ധം സംജാതമായാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത എന്താ? 26 അല്ലെങ്കിൽ 27 യുദ്ധം നയിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യാൽ ഒരു ശത്രു പോലും വധിക്കപ്പെട്ടിട്ടില്ല. അത്രമാത്രം മനുഷ്യരക്തത്തിൽ നിന്ന് പരിശുദ്ധമായ കൈയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം അനിവാര്യമായ ഘട്ടത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, യുദ്ധം നയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു സൈന്യത്തെ നിയോഗിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്തിൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറ്? ഉഖ്സു ബിസ്മില്ലാഹ്, അള്ളാഹിൻ്റെ നാമത്തിൽ യുദ്ധം ചെയ്തോളൂ. ആരുടെ യുദ്ധം? നിങ്ങളോട് യുദ്ധം ചെയ്തവരോട്. ഇങ്ങോട്ട് ആയുധെടുത്തോലോട് അങ്ങോട്ട് ആയുധെടുത്തോളൂ.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ സമയം വരെ ഫലാ തഅതദു, നിങ്ങൾ അതിര് വിടരുത്. ഇങ്ങോട്ട് എങ്ങനെയാണ് ചെയ്തത്? അങ്ങനെ മാത്രം, അതിര് വിടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഫൈൻ ഉഖിബ്തും ഫആഖിബു ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി, തത്തുല്യമായ പ്രതിക്രിയ, അതല്ലാതെ ഏറെ വരാൻ പാടില്ല എന്ന് വരെ നിർദ്ദേശമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്. കാരണം യുദ്ധമാകുമ്പോൾ ചിലപ്പം വാശി കൂടും, വീറ് കൂടും, അതിക്രമം പ്രവർത്തിക്കാൻ പ്രചോദനമായിരിക്കും. പക്ഷെ അവിടെ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫലാ തഅതദു, അതിര് വിടരുത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കണം, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്തോളിയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വലാ തഗുല്ലു, നിങ്ങൾ ചതിച്ചെടുക്കരുത്, വലാ തഗ്ദുറു, വഞ്ചനാ പ്രയോഗങ്ങൾ നടത്തരുത്, വലാ തഖ്തുലു വലീദൻ, കുട്ടികളെ കൊല്ലരുത്, വലംറഅതൻ, സ്ത്രീകളെ വധിക്കരുത്, വലാ റാഹിബൻ ഫീ സൗമഅതിഹി, സന്യാസി മഠങ്ങളിൽ ധ്യാനികളായി കഴിയുന്ന ആളുകളെ നിങ്ങൾ കൊല്ലരുത്. കാരണം ഇങ്ങോട്ട് ആയുധെടുത്തോലാണ് ആയുധം തീർക്കേണ്ടത്. സന്യാസികൾ അവരുടെ മഠങ്ങളിൽ ധ്യാനത്തിലാണ് എങ്കിൽ അവരെ നിങ്ങൾ കൊല്ലരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്താണ്. യുദ്ധം ഉള്ളിടത്ത് വലാ തഖ്തഉ ഷജറ, നിങ്ങൾ വൃക്ഷങ്ങൾ മുറിക്കരുത്. അതേപോലെ തന്നെ കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സൈന്യത്തെ ഇറക്കിയെന്നെ. ഒരു യുദ്ധത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട് യുദ്ധത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കണ്ടപ്പോൾ അവയെ നോക്കിയിട്ട് പറയാണ്, മൻ ഖതല ഹാദിഹി, ഈ സ്ത്രീയെ ആരാണ് കൊന്നത്? യുദ്ധഭൂമിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടാൽ ആ പെണ്ണ് യുദ്ധത്തിന് വന്നതല്ലേ. പക്ഷെ റസൂലുള്ളാഹി പറയാണ്, ആരാണ് ഇവളെ കൊന്നത്? മാ കാനത് ഹാദിഹി ലതുഖ്തൽ, ഇവൾ ഒരിക്കലും വധിക്കപ്പെടാൻ പാടില്ലായിരുന്നു. ആരാണ് ഇവളെ വധിച്ചത്? ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് സഹാബികൾ പറയാണ്. ലൈതഹു സക്കത്ത്, നബി ഒന്ന് മൗനം ദീക്ഷിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ പറഞ്ഞു പോയി, അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. സ്ത്രീകളെ വധിക്കരുത്, കുട്ടികളെ കൊല്ലരുത്, റസൂലുള്ളാഹിൻ്റെ വസിയത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ഉഹദിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, ഉഹദ് യുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിൻ്റെ വാള് ഏറ്റെടുത്തൊരു സന്ദർഭമുണ്ട്. റസൂലുള്ളാഹി തൻ്റെ വാള് കാണിച്ചിട്ട് പറഞ്ഞത് ആർക്കാണ് വേണ്ടത്, ആരെടുക്കുക? അപ്പോൾ അബൂ ദുജാന പറഞ്ഞു, ഞാൻ എടുക്കും. അങ്ങനെ ഉഹദിൽ നബിയുടെ വാളായിട്ടാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്നത്. അബൂ ദുജാന പറയാണ്, ഒരു സ്ത്രീ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും യുദ്ധഭൂമിയിൽ. ആ സ്ത്രീയുടെ ദൗത്യം എന്താ? അവരുടെ ആളുകളെ, മുശ്രിക്കീങ്ങളെ മുസ്ലിമീങ്ങൾക്കെതിരിൽ പ്രോത്സാഹിപ്പിക്കുക, പ്രചോദനം നൽകുക. അതിനു വേണ്ടിയിട്ടാണ് അവൾ യുദ്ധഭൂമിയിൽ വർക്ക് ചെയ്യുന്നത്. എൻ്റെ വാളിന് മുമ്പിൽ അവൾ പ്രത്യക്ഷപ്പെടും. പക്ഷെ റസൂലുള്ളാഹിൻ്റെ വാളാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ വാൾ തലയിൽ ആ സ്ത്രീ വന്ന് നിൽക്കുമ്പോഴും ഞാൻ അവളെ വധിച്ചില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ കൊല്ലുന്നത് വിരോധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ വാളുകൊണ്ട് ആ പെണ്ണിനെ വധിക്കുക എന്നുള്ളത് എനിക്ക് അരോചകമായി തോന്നി. അതിനാൽ ഞാൻ അവളെ കൊല്ലാതെ വിടുകയാണ് ചെയ്തത്. ഹിന്ദ് ബിന്തു ഉത്ബയുടെ വിഷയത്തിലാണ് അബൂ ദുജാന റളിയല്ലാഹു തആല ഇത് പറയുന്നത്. ഇങ്ങനെ യുദ്ധഭൂമിയിൽ വരെ പെരുമാറാൻ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു വിഭാഗം ആളുകൾ ചാവേറുകളാകുകയാണ്. ചാവേർ പൊട്ടിയിട്ടുണ്ട് എങ്കിൽ ആരൊക്കെയാണ് വധിക്കണത്? അതിനാൽ ആരൊക്കെയാണ് മരിക്കണത്? സ്ത്രീകളും കുട്ടികളും, നിരപരാധികൾ, നിർഭയത്വത്തിൽ കഴിയുന്നവർ, പിടഞ്ഞു മരിക്കുന്ന, വധിക്കപ്പെടുന്ന, അവരുടെ രക്തം ചിന്തപ്പെടുന്നതായ അവസ്ഥകളാണ്. ചാവേറുകൾക്ക് എവിടെയാണ് പൊട്ടുന്നതെന്ന് പോലും ബോധമല്ല. നോക്കൂ നിങ്ങൾ, എത്ര പള്ളികൾ അവരാൽ തകർക്കപ്പെട്ടു. ഖവാരിജുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വിഗ്രഹാരാധകരെ അവർ വിട്ടേക്കും, അവർ മുസ്ലിമീങ്ങളെ വധിക്കുമെന്ന്. ആ ഖവാരിജുകളുടെ അതേ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചാവേറുകൾ ആണ് ഇന്ന് IS. അത് പണ്ഡിതന്മാർ ഔദ്യോഗികമായിട്ട് ഫത്വ ഇറക്കി. കാരണം പള്ളികളിൽ നമസ്കരിക്കുന്ന ആളുകൾക്കിടയിൽ ചാവേറുകൾ പൊട്ടുകയാണ്. ശത്രുക്കളുള്ള യുദ്ധത്തിൽ വരെ അവിടെയുള്ള യുദ്ധം ചെയ്യാത്ത ആളുകളെ നിങ്ങൾ വധിക്കരുതെന്ന് ഉപദേശിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെന്ന് പറയുന്നവരാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് ഇസ്ലാമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അവർ ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതുകൊണ്ട് ഇത്തരം തീവ്രന്മാരെ, ഭീകരന്മാരെ തിരിച്ചറിഞ്ഞ് അവരെക്കുറിച്ച് ദിശാബോധം നൽകി നമ്മൾ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്.
തീവ്ര ചിന്തകൾ അത് മഹാപകടങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വസിയ്യത്തുകൾ നമ്മൾ കേട്ടു. ഹജ്ജ് വേളയിൽ ജംറക്ക് കല്ലെറിയുമ്പോൾ കല്ല് പെറുക്കിയിട്ട് നമ്മൾ കല്ലെറിയും. ആ കല്ലിൻ്റെ വലിപ്പത്രയെ പഠിപ്പിച്ചത്? കടലമണിയേക്കാൾ അല്പം വലിപ്പമുള്ള കല്ല് പെറുക്കാനാണ് പറഞ്ഞത്. മിടിച്ച് വിരലുകൾക്കിടയിൽ വെച്ചിട്ട് ഇങ്ങനെ മിടിച്ചെറിയാൻ വലിപ്പത്തിലുള്ള കല്ല്, അതാണ് ഹൽഫിനുള്ള കല്ല് എന്നാ പറയുക. അത്ര വലിപ്പേ പാടുള്ളൂ. ആ കല്ല് പെറുക്കുമ്പോൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മിതത്വം പാലിക്കണം, തീവ്രത സൂക്ഷിക്കണം. പൂർവികരെ നശിപ്പിച്ചത് തീവ്രതയാണ്.